ഷാജൻ പള്ളിവാസൽ പഞ്ചായത്ത് അംഗം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാജൻ, ഈ അപകടമുണ്ടായ സ്ഥലത്ത് താങ്കളുണ്ടോ? അവിടുത്തെ ഒരു അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? എല്ലാവരും വേഗത്തിൽ രക്ഷിക്കാൻ കഴിയും? ഞാൻ സ്ഥലത്തുണ്ട്. ഫയർഫോഴ്സ് ഒരു ഉദ്യോഗസ്ഥൻ നിലവിൽ ഇപ്പം ഇതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഇപ്പൊ കുട്ടികളെ 2 കുട്ടികളാണ്, മറ്റ് മുതിർന്നവർ 4 പേരും ഉണ്ട് അതിലിപ്പോ നേരെ ഇപ്പോ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥൻ ഒരാളെ താഴോട്ട് ഇറക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടിയുമായിട്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. എത്ര ഉയരത്തിലാണ് ഇപ്പോൾ? വലിയ ഉയരം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തോന്നുന്നുണ്ട്. എത്ര ഉയരത്തിലാണ്? കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ സമ്മർദ്ദം, വലിയ ആളുകളാണെങ്കിലും ഇങ്ങനെ റോപ്പിലൂടെ കൊണ്ടുവരുമ്പോൾ വലിയ മാനസിക സമ്മർദ്ദം, എത്ര ഉയരത്തിലാണിത്? അതൊരു 100-200 അടിയോളം ഉയരമുണ്ട്. അത് വലിയ ഉയർച്ചയിലാണ്. അതെ അതെ. അപ്പോൾ കുട്ടികളെ ഈ റോപ്പിലൂടെ കൊണ്ടുവരുന്നത് സുരക്ഷിതമാണോ? നിങ്ങൾ പഞ്ചായത്തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഈ രക്ഷാപ്രവർത്തനത്തിലൊരു നിലപാട് എങ്ങനെയാണ്? അതോ മറ്റു വിദഗ്ധരെത്തേണ്ടി വരുമോ? അല്ലല്ല, അത് ഇപ്പോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കുട്ടിയെ താഴെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പകുതി ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ചെറിയ കുട്ടിയെ? അതെ അതെ, ചെറിയ കുട്ടിയെ. അപ്പോൾ നേരത്തെ ഒരാളെ താഴെ ഇറക്കിയില്ലേ? അപ്പോൾ 2 പേർ ഇപ്പോൾ താഴേക്ക് എത്തുകയാണ് അല്ലേ? അത് അവരുടെ സ്റ്റാഫ് തന്നെ ഒരാൾ മേളിൽ കയറിപ്പോയതായിരുന്നു. അവരിറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ കുട്ടിയെ താഴോട്ട് ഇറക്കുന്നുണ്ട്. ശരി. ഇവിടെ ഈ അനുമതിയോട് കൂടിയാണോ? ആനച്ചാലെന്ന് പറയുമ്പോൾ തന്നെ വളരെ പരിസ്ഥിതി ലോലമായൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്. അതെല്ലാവർക്കും അറിയുന്നതാണ്. മൂന്നാറിലേക്ക് പോകുന്നവർ എല്ലാവർക്കും അറിയുന്നൊരു പ്രദേശം കൂടിയാണ്. മിക്കവാറും വിനോദസഞ്ചാരികൾക്കെല്ലാം തദ്ദേശീയരടക്കമുള്ളവർക്ക് അറിയുന്നൊരു മേഖലയാണ്. എല്ലായിടത്തും വലിയ റിസോർട്ടുകളാണ്, മലമുകളിൽ വരെ റിസോർട്ടുകളാണ്. നമുക്ക് ചിലപ്പോൾ ഇത് താഴേക്ക് പോകുമോ എന്ന് പോലും ഭീതി വന്ന റിസോർട്ടുകൾ പോലും അവിടെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു പദ്ധതി അവിടെ നടപ്പാക്കാൻ അനുമതിയൊക്കെ ഉണ്ടായിരുന്നോ? പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നോ? അനുമതി ഇത് അവർ പറയുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി മാത്രം മതി. ഇത് പഞ്ചായത്തിന്റെ അനുമതി നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മുടെ പഞ്ചായത്തിന്റെ അനുമതി നമ്മൾ കൊടുത്തിട്ടില്ല. പഞ്ചായത്ത് അനുമതി ഇല്ലാതെ ഇങ്ങനെ പ്രൊജക്ട് നടപ്പാക്കാൻ കഴിയുമോ? ഇത് സർക്കാർ അംഗീകൃത പ്രൊജക്റ്റ് ആണോ? ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് ഒരു നിർമ്മിതിയല്ല. ഇത് കൊണ്ട് ഇവിടെ നിർത്തി അതിൽ ഇത് ചെയ്തിരിക്കുക ടൂറിസ്റ്റുകൾക്ക് കയറാൻ വേണ്ടി ഒരു സംവിധാനമായതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ അനുമതി അവർക്ക് വേണ്ട. അതായത് ഒരു റിസോർട്ട് നിർമ്മാണം അല്ലെങ്കിൽ ഹോം സ്റ്റേ അക്കാര്യങ്ങളിലൊക്കെ പഞ്ചായത്തിന്റെ അനുമതി വേണം. അതൊരു നിർമ്മാണമായതുകൊണ്ട് ഇത് ചലിക്കുന്ന ഒരു വസ്തുവാണ് അല്ലേ? ചലിക്കുന്ന ഒരു വസ്തുവായതുകൊണ്ട് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ല. പക്ഷേ അങ്ങനെ അപകടകരമായ സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല അവിടെ വളരെ ടെക്നിക്കൽ വിദഗ്ധരൊക്കെ ആവശ്യമല്ലേ? ഇത്രയും വലിയൊരു ക്രെയിൻ അത് ഉയർത്തുന്നു, അതിനു മുകളിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള കയറ്റുന്നു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ കയറ്റുന്നു. അത് താഴേക്ക് ഇറക്കാൻ പോകുന്ന ശേഷിയുള്ള സംവിധാനങ്ങൾ അവിടെ അനിവാര്യമല്ലേ? അതുണ്ടോ എന്ന് പഞ്ചായത്ത് നോക്കിയിട്ടുണ്ടോ? അല്ല, നമ്മള് ഈ കാര്യത്തിനകത്ത് നിയമപരമായ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് സത്യമാണ്. അതിന്റെ സംവിധാനം ഒരുക്കിക്കൊണ്ട് വേണം ഇതെല്ലാം ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഈ ടൂറിസം പർപ്പസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഒരു കൂടുതൽ നിർദ്ദേശം കൊടുക്കാനോ അല്ലെ അങ്ങനെ ഒരു ഇത് ചെയ്യാൻ നമുക്ക് പരിമിതിയുണ്ട്. നന്ദി ശ്രീ ഷാജൻ. പഞ്ചായത്തിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു യന്ത്രമാണ് അവിടെ എത്തിച്ചത്. എന്താണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ക്രെയിൻ താഴ്ത്തി ആളുകളെ പുറത്തിറക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ഇപ്പോഴും, എന്താണ് മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഒരാൾ കയറിപ്പോയി. ഇപ്പോൾ ഒരു കുഞ്ഞുമായി താഴേക്ക് വരികയാണ്.